നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി പ്രദീപ്. വാർത്തകൾ നോക്കാം വിശദമായി. അന്താരാഷ്ട്ര സമാധാനത്തിന് വേണ്ടി ഇടപെടാൻ UAE പ്രതിജ്ഞാബദ്ധമാണെന്ന് റഷ്യയിലെത്തിയ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. യുക്രൈൻ തടവുകാരെ മോചിപ്പിച്ചതിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് UAE പ്രസിഡന്റ് നന്ദി പറഞ്ഞു. UAEയുടെ ഇടപെടലുകളെ പ്രശംസിക്കുന്നതായി പുടിനും വ്യക്തമാക്കി. വ്യോമാതിർത്തിയിൽ നിന്ന് സൈനിക ജെറ്റുകളുടെ അകമ്പടിയോടെയാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനെ റഷ്യ സ്വീകരിച്ചത്. റഷ്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിലെത്തിയത് മഞ്ഞു പുതച്ച പാതയിലൂടെ. ചുവന്ന പർവ്വതാനിയിലൂടെ എത്തിയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനെ വ്ളാഡിമിർ പുടിൻ സ്വീകരിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധം പരിഹരിക്കാൻ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ അബുദാബിയിൽ യോഗം ചേർന്ന് ദിവസങ്ങൾക്കുള്ളിലാണ് UAE റഷ്യ പ്രസിഡന്റുമാരുടെ കൂടിക്കാഴ്ച നടന്നത്. ലോക സമാധാനത്തിനു വേണ്ടിയുള്ള എന്ത് ചർച്ചയ്ക്കും ഇടപെടലിനും UAE തയ്യാറാണെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പറഞ്ഞു. 50 വർഷത്തിനു മേലെയായി റഷ്യയുമായി വളരെ നല്ല ബന്ധമാണുള്ളത്. ولا شك في أن اتفاقية تجارة الخدمات والاستثمارات التي وقعتها دولة الإمارات وروسيا في شهر أغسطس الماضي سوف تعزز تدفقات الاستثمار والتجارة وتدعم التنمية المستدامة بين البلدين. UAEയുടെ ഇടപെടലുകളെ മാനിക്കുന്നുവെന്ന് പറഞ്ഞ വ്ളാഡിമിർ പുടിൻ തന്ത്രപരമായ മേഖലകളിലടക്കം ഇരുകൂട്ടരുടെയും സഹകരണം വർദ്ധിപ്പിക്കുമെന്നും വ്യക്തമാക്കി. Ваше Высочество, дорогой друг, рад вновь видеть вас в Москве и хочу поприветствовать сердечно и вас, и всю вашу представительную делегацию. ഊർജം, നിക്ഷേപം, വ്യാപാരം, ആഗോള രാഷ്ട്രീയ സാഹചര്യം, പ്രാദേശിക സുരക്ഷാ വിഷയങ്ങൾ ഉൾപ്പെടെ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. 24 ദുബായ്. സൗദി അറേബ്യയിൽ വിദേശികൾക്ക് വസ്തുവകകൾ സ്വന്തമാക്കാനുള്ള നിയമം പ്രാബല്യത്തിൽ വന്നതോടെ നിക്ഷേപകർക്കായി രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ച് നിക്ഷേപ മന്ത്രാലയം. വിദേശ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും തങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ ഇനി ഇൻവെസ്റ്റ് സൗദി പ്ലാറ്റ്ഫോം വഴി എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്യാം. സൗദി അറേബ്യയുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുള്ള വിദേശ ഉടമസ്ഥാവകാശ നിയമം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നു. ഇതോടെ രാജ്യത്തെ വിദേശ കമ്പനികൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും വസ്തുക്കൾ സ്വന്തമാക്കുന്നതിനും നിക്ഷേപം നടത്തുന്നതിനുമുള്ള തടസ്സങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. നിക്ഷേപകർക്ക് തങ്ങളുടെ ഉടമസ്ഥതയിൽ ഉള്ളതോ പുതുതായി വാങ്ങുന്നതോ ആയ റിയൽ എസ്റ്റേറ്റ് ആസ്തികൾ ഇൻവെസ്റ്റ് സൗദി എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി രജിസ്റ്റർ ചെയ്യാമെന്ന് മന്ത്രാലയം അറിയിച്ചു. നിക്ഷേപ പ്രക്രിയ ലളിതമാക്കാനും സർക്കാർ ആനുകൂല്യങ്ങൾ നേരിട്ട് ലഭ്യമാക്കാനും ഈ പ്ലാറ്റ്ഫോം സഹായിക്കും. GDPയിലേക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ വിഹിതം വർദ്ധിപ്പിക്കുക എന്നതാണ് പുതിയ നിയമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള വൻകിട ഡെവലപ്പർമാരെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിലൂടെ പാർപ്പിട, വാണിജ്യ, വ്യവസായ മേഖലകളിൽ ഗുണമേന്മയുള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാകും. ഇത് പ്രാദേശിക വിപണിയിൽ ആഗോള വൈദഗ്ധ്യം ലഭ്യമാക്കുന്നതിനും സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമാകും. വ്യക്തമായ മാനദണ്ഡങ്ങളിലൂടെയും ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനാണ് സൗദി ലക്ഷ്യമിടുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച നിക്ഷേപ സൌഹൃദ രാജ്യമായി മാറാനുള്ള സൗദിയുടെ കുതിപ്പിന് പുതിയ നിയമം വലിയ കരുത്തു പകരുമെന്നാണ് വിലയിരുത്തൽ. 24 ജിദ്ദ. സൗദി അറേബ്യയുടെ സാമ്പത്തിക പരിഷ്കരണ നടപടികളിൽ നിർണായക ചുവടുവയ്പുമായി പുതിയ ദേശീയ സ്വകാര്യവൽക്കരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. വിഷൻ 2030ന്റെ ഭാഗമായി രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും പൊതുസേവനങ്ങളിലും സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. സൗദിയുടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ദേശീയ സ്വകാര്യവൽക്കരണ പദ്ധതിക്ക് റിയാദിൽ ഔദ്യോഗിക തുടക്കമായി. 2018 ആരംഭിച്ച സ്വകാര്യവൽക്കരണ പദ്ധതിയുടെ വിജയകരമായ പൂർത്തീകരണത്തിന് ശേഷമാണ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. നേരത്തെ നടപ്പിലാക്കിയ പ്രോഗ്രാമിലൂടെ 800 ബില്യൺ റിയാലിന്റെ നിക്ഷേപവും 200-ലധികം പദ്ധതികളും യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണം രണ്ടാം ഘട്ടത്തിൽ 2030ഓടെ സ്വകാര്യ മേഖലയിൽ നിന്ന് 240 ബില്യൺ റിയാലിന്റെ അധിക നിക്ഷേപം രാജ്യത്തേക്ക് എത്തും. 18ഓളം വിവിധ മേഖലകളിൽ പൊതു സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലൂടെ സേവനങ്ങളുടെ ഗുണനിലവാരം ആഗോള നിലവാരത്തിലേക്ക് ഉയരുമെന്നാണ് പ്രതീക്ഷ. 145-ലധികം നിക്ഷേപാവസരങ്ങളാണ് സ്വകാര്യ മേഖലയ്ക്കായി സർക്കാർ തുറന്നു നൽകുന്നത്. 2030ഓടെ 220-ലധികം കരാറുകൾ ഒപ്പിടാനാണ് നീക്കം. ഇതുവഴി 10,000-കണക്കിന് പേർക്ക് പുതുതായി ജോലി ലഭിക്കും. ഗവൺമെന്റിന്റെ ചുമതലകൾ കേവലം ഭരണനിർവഹണത്തിലും നിയന്ത്രണങ്ങളിലും കേന്ദ്രീകരിക്കുകയും സേവന വിതരണം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുകയും ചെയ്യുന്നതിലൂടെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും മികച്ച സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനൊപ്പം സൗദിയെ നിക്ഷേപ സൌഹൃദ രാജ്യമാക്കി മാറ്റാനും ഈ പദ്ധതി വഴിയൊരുക്കും. ജലീൽ കണമകലം, 24 ജിദ്ദ.
UAE കുവൈറ്റ് സൗഹൃദ വാരത്തിന് തുടക്കമായി. UAE ആൻഡ് കുവൈറ്റ് ബ്രദേഴ്സ് ഫോർ എവർ എന്ന പ്രമേയത്തിലാണ് സൗഹൃദ വാരം ആചരിക്കുക. കുവൈറ്റിന് സ്മാരകസ്തംഭം നൽകാനും UAE തീരുമാനിച്ചു. UAE ആൻഡ് കുവൈറ്റ് ബ്രദേഴ്സ് ഫോർ എവർ എന്ന പ്രമേയത്തിൽ UAEയിലെ 7 എമിറേറ്റുകളിലും ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. UAE രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ കുവൈറ്റ് UAEയുടെ ദീർഘകാല പിന്തുണയുള്ള പങ്കാളിയാണ്. ഈ ശാശ്വതമായ ബന്ധത്തെ ആദരിക്കാനും കുവൈറ്റിനെയും നേതൃത്വത്തെയും ജനങ്ങളെയും ബഹുമാനിക്കാനും ലക്ഷ്യമിട്ടാണ് സൗഹൃദവാരം ആഘോഷിക്കുന്നത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇരു രാജ്യങ്ങളുടെയും ചരിത്രത്തെ സൂചിപ്പിക്കുന്ന സ്മാരക സ്തംഭം കുവൈറ്റിന് സമ്മാനിക്കാൻ UAE തീരുമാനിച്ചു. കുവൈറ്റിലെ അൽ ഷഹീദ് പാർക്കിൽ സ്മാരക സ്തംഭം സ്ഥാപിക്കും. ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സാഹോദര്യവും പൊതുതാൽപര്യവും ഊട്ടിയുറപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് സ്മാരക സ്തംഭം നൽകുന്നതെന്ന് UAE വ്യക്തമാക്കി. ദുബായിലെ വിമാനത്താവളങ്ങളിൽ പ്രത്യേക സ്വീകരണ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. യാത്രക്കാരെ UAE കുവൈറ്റ് സഹോദരത്വം എന്നേക്കുമെന്ന സന്ദേശം പതിച്ച പ്രത്യേക പാസ്പോർട്ട് സ്റ്റാമ്പോടെയാണ് സ്വാഗതം ചെയ്യുന്നത്. കുവൈറ്റ് പതാകകളുടെ നിറങ്ങളിൽ അലങ്കരിച്ച അറൈവൽ ഹാളുകളും ഇരു രാജ്യങ്ങളുടെയും പതാകകളും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാന്റെയും കുവൈറ്റ് അമീറായ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബായുടെയും ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മറ്റന്നാൾ വരെ അൽ ഖവാനീസ് വാക്കിൽ സൂക്കൽ മുബാറക്കിയ സംഘടിപ്പിച്ചിട്ടുണ്ട്. കുവൈറ്റിന്റെ പാരമ്പര്യ വിപണിയുടെ അന്തരീക്ഷം പുനരാവിഷ്കരിച്ച ഈ സമൂഹ പരിപാടിയിൽ നിരവധി കുവൈറ്റി വ്യാപാര സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. 24 ദുബായ്. ഇറാനെ ലക്ഷ്യമിട്ട് കൂടുതൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ച് അമേരിക്ക. USS ഡെൽബർട്ട് ഡി ബ്ലാക്ക് എന്ന ഡിസ്ട്രോയർ കപ്പലാണ് ഒടുവിൽ പശ്ചിമേഷ്യയിലെത്തിയത്. ആണവ പദ്ധതി ഉപേക്ഷിക്കാനുള്ള കരാറിൽ ഒപ്പുവച്ചില്ലെങ്കിൽ സൈനിക നടപടി ഉണ്ടാകുമെന്നാണ് ഇറാന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഡെൽബർട്ട് ഡി ബ്ലാക്ക് അടക്കം 6 ഡിസ്ട്രോയറുകളും USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലും നിരവധി ചെറു പോർക്കപ്പലുകളുമടക്കം വമ്പൻ കപ്പൽപ്പടയാണ് ഇറാൻ ആക്രമണം ലക്ഷ്യമിട്ട് അമേരിക്ക നിലവിൽ പശ്ചിമേഷ്യൻ തീരത്ത് എത്തിച്ചിട്ടുള്ളത്. ആണവ പദ്ധതി സംബന്ധിച്ച കരാറിലെത്താൻ സമയപരിധി കഴിഞ്ഞിട്ടും ഇറാൻ തയ്യാറാകാത്തതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത്. ജോർദനിലെയും ഖത്തറിലെയും ഡിയേഗോ ഗാർഷിയയിലെയും അമേരിക്കൻ വ്യോമത്താവളങ്ങളിലേക്ക് നിരവധി പോർ വിമാനങ്ങൾ എത്തിയതായി റിപ്പോർട്ടുണ്ട്. അതിനിടെ ഇസ്രയേൽ മിലിറ്ററി ഇന്റലിജൻസ് മേധാവി ജനറൽ ഷ്ലോമി ബൈൻഡർ കഴിഞ്ഞ ദിവസങ്ങളിൽ വാഷിംഗ്ടൺ സന്ദർശിച്ചിരുന്നു. ഇസ്രയേൽ ഇറാനെതിരെ ആക്രമണം നടത്തിയാൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഇതിനു പിന്നാലെ സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാനും അമേരിക്ക സന്ദർശിച്ചിരുന്നു. അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റെയ്സ അരീഫ് വ്യക്തമാക്കിയെങ്കിലും അമേരിക്ക നയതന്ത്ര പരിഹാരം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ജൂണിൽ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിൽ B-2 ബോംബറുകൾ ഉപയോഗിച്ച് അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നു. അതിനേക്കാൾ കനത്ത ആക്രമണമാകും ഇറാൻ നേരിടേണ്ടി വരികയെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ആധുനിക കാലത്ത് വ്യക്തിഗത ബ്രാൻഡിംഗ് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഷെഫ് സുരേഷ് പിള്ള. ശക്തമായ ബ്രാൻഡിംഗ് പ്രസക്തി വർദ്ധിപ്പിക്കും. കൊച്ചിയിൽ ജെയിൻ യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുന്ന ദ ഫ്യൂച്ചർ സമ്മിറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹമാധ്യമങ്ങൾ സജീവമാകുന്നതിന് മുൻപേ ആരംഭിച്ച വ്യക്തിഗത ബ്രാൻഡിംഗ് ആണ് ജനഹൃദയങ്ങളിൽ പിടിച്ചു നിർത്താൻ സഹായകമായതെന്ന് ഷെഫ് സുരേഷ് പിള്ള. ആധുനിക കാലഘട്ടത്തിൽ വ്യക്തിഗത ബ്രാൻഡിംഗിന്റെ പ്രസക്തി എത്രത്തോളം അനിവാര്യമാണ് എന്നതാണ് ആ വാക്കുകളിലൂടെ വ്യക്തമായത്. 15 വർഷത്തിലേറെ വിദേശത്ത് ജോലി ചെയ്തെങ്കിലും തിരികെ നാട്ടിലെത്തിയപ്പോൾ ജനങ്ങളെയും ജനകീയ വിഭവങ്ങളെയും ഒന്നുകൂടി പഠിക്കേണ്ടി വന്നുവെന്നും കൊച്ചിയിൽ ജെയിൻ യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുന്ന ദ ഫ്യൂച്ചർ സമ്മിറ്റിൽ ഷെഫ് പിള്ള പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു ഷെഫായിട്ട് പ്ലാൻ ചെയ്തു വന്ന ഒരാളല്ല. ഞാൻ ആക്സിഡന്റലി അല്ലെങ്കിൽ ഇത് അത്യാവശ്യമായിട്ടൊരു ജോലി വേണം എന്ന നിലയിൽ നിന്ന് ഇവിടെ ഈ ഒരു മേഖലയിൽ എത്തപ്പെട്ടു. എന്നിട്ട് എത്തപ്പെട്ട സമയത്ത് നമുക്ക് തിരിച്ചറിയുമല്ലോ നമ്മുടെ ഒരു കുറച്ച് നൈപുണ്യം ഇതിനകത്തുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് സ്കില്ലുണ്ട്. ആ സ്കില്ല് തിരിച്ചറിഞ്ഞിട്ട് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എനിക്കൊരു പക്ഷേ ഒരു അക്കാഡമിക്കലി അല്ലെങ്കിൽ കൂടുതൽ പ്രൊഫഷണലി ട്രെയിൻ ചെയ്യാണ്ട് ഒരു പാചകക്കാരൻ ആവാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നിയത്. മീൻകറിയും ചോറും എന്ന മലയാളിയുടെ പരമ്പരാഗത വിഭവത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് സെഷനിൽ സംസാരിച്ച ബിഗ് ബോസ് താരവും FC ബോയ് എന്നറിയപ്പെടുന്ന ബ്ലോഗറുമായ അഡ്വക്കേറ്റ് ഒനീൽ സാബുവും ചൂണ്ടിക്കാട്ടി. മലയാളികളെയും മലയാളികൾക്ക് പ്രിയപ്പെട്ട വിഭവങ്ങളെയും തന്റേതായ ഭാഷയിൽ അവതരിപ്പിച്ചതാണ് തന്റെ ഐഡന്റിറ്റിക്ക് കാരണമായി മാറിയതെന്നും ഒനിൽ കൂട്ടിച്ചേർത്തു. പിള്ളയുടെ പ്രശസ്തമായ നിർവാണ എന്ന വിഭവത്തിന് പേര് നൽകിയത് ഒനിലാണെന്ന് സെഷൻ മോഡറേറ്ററായ മിൻഹാജ് മുഹമ്മദ് സദസ്സിനെ അറിയിച്ചു. ഫുഡ് സ്റ്റോറീസ് ആൻഡ് പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന വിഷയത്തിലാണ് മൂവരും പങ്കെടുത്ത ചർച്ച നടന്നത്. 24 കൊച്ചി.
മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിന്റെ ഭാഗമായി ഇൻകാസ് OICC ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ദുബായിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ ഫ്ലോറ ഇൻ ഹോട്ടലിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. പരിപാടിയിൽ AICC സെക്രട്ടറി മൻസൂർ അലിഖാൻ, ഇൻകാസ് ഗ്ലോബൽ കമ്മിറ്റി കൺവീനർ മഹാദേവൻ വാഴശ്ശേരിയിൽ, ഇൻകാസ് നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ അസീസ്, അഡ്വക്കേറ്റ് YA റഹീം, ഇൻകാസ് നാഷണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഷാജി ഷംസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. മഹാത്മാഗാന്ധിയുടെ ജീവിതവും സന്ദേശവും ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ പ്രസക്തമാണെന്ന് നേതാക്കൾ പറഞ്ഞു. തിരികെ വാർത്തകളിലേക്ക്. ആദായ നികുതി റെയ്ഡിനിടെ പ്രമുഖ ബിൽഡറും കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയുമായ ഡോക്ടർ റോയ് CJ ജീവനൊടുക്കി. ബംഗളൂരു അശോക് നഗറിലെ ഹെഡ് ഓഫീസിൽ വെച്ച് സ്വയം വെടിയുതിർക്കുകയായിരുന്നു. ബോറിംഗ് ഹോസ്പിറ്റലിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷം സംസ്കാരം നാളെ നടക്കും. 3 ദിവസമായി കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസിൽ IT റെയ്ഡ് നടക്കുന്നുണ്ട്. ഫയലുകൾ പരിശോധിക്കുന്നതിനിടെ കൂടുതൽ ഫയലുകൾ കൊണ്ടുവരാൻ ഡോക്ടർ റോയ് CJയോട് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. ഫയലെടുക്കാൻ മുറിയിലേക്ക് പോയ റോയ് CJ സ്വയം വെടിയുതിർക്കുകയായിരുന്നു. വെടിയുച്ച കേട്ടെത്തിയ ജീവനക്കാർ വേഗത്തിൽ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഡോക്ടർ റോയ് CJയെ അറസ്റ്റ് ചെയ്യുമെന്ന് സൂചനയുണ്ടായിരുന്നുവെന്നും 1 മണിക്കൂറോളം IT ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തുവെന്നും ജീവനക്കാർ മൊഴി നൽകി. ഡോക്ടർ റോയ് CJയുടെ മരണത്തിൽ ആത്മഹത്യയ്ക്ക് പോലീസ് കേസെടുത്തു. Since last 2 to 3 days, the income tax team were having a search and search of this premises, but we are not aware of all the details. IT ಉದ್ಯೋಗಸ್ಥർ ನಿರಂತರമായി സമ്മർദ്ദം ചെലുത്തിയെന്നും കോൺഫിഡന്റ് ഗ്രൂപ്പ് ലീഗൽ അഡ്വൈസർ ಪ್ರಕಾಶ್ പറഞ്ഞു. ಅದೇನೋ ಅವರಿಗೆಲ್ಲ ಅವರು ದೊಡ್ಡ ಧೈರ್ಯವಂತ, ಅವೆಲ್ಲ ಅವ್ರಿಗೆ ಮ್ಯಾಟ್ರೇ ಅಲ್ಲ ಅದು. ಆದರೆ ಅದು ತನಿಖೆ ಆಗಬೇಕಾಗಿದೆ. ಇವರು ಈ ಮಟ್ಟಕ್ಕೆ ಇವತ್ತು ಹೋಗಿದ್ದಾರೆ ಅಂತಂದರೆ ಅದರ ಹಿಂದೆ ಏನಾಗಿದೆ ಅನ್ನೋದನ್ನು ತನಿಖೆ ಆಗಬೇಕಾಗಿದೆ. ಬಹುಶಃ ಇರ್ಬೋದೇನೋ, ಅದು ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಅದು ಗೊತ್ತಾಗ್ತೈತೆ. ಅವರ ಕುಟುಂಬ ವರ್ಗ ಅದನ್ನು ಹೇಳ್ತಾರೆ. ಆಗಿತ್ತು ಅಂತ ನಾವು ಕೇಳ್ಪಟ್ಟಿದ್ವಿ. ಆದರೆ ಇವತ್ತಿನ ರೈಡು ಏನಾಗಿದೆ ಅದು ಅತ್ಯಂತ ಪ್ರೆಷರ್ ಮಾಡಿದ್ರು ಅಂತೇಳಿ ಕೇಳ್ಪಟ್ಟೆ. ನಾನು അത്യന്ത പ്രഷർ കൊണ്ടു ಅಂತೇಳಿ കേൾപ്പെട്ടെ. നേരത്തെ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത രേഖകൾ ഒരു മുറിക്കുള്ളിൽ സീൽ ചെയ്തു വെച്ചിരുന്നുവെന്നും അത് പരിശോധിക്കുക മാത്രമാണ് ചെയ്തതെന്നും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. 3 ആഴ്ച മുമ്പ് കോൺഫിഡന്റ് അടക്കമുള്ള 4 ബിൽഡേഴ്സിന്റെ ഓഫീസുകളിൽ പരിശോധന നടത്തിയിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. 24 ബംഗളൂരു. കൈവച്ച മേഖലയിലെല്ലാം വിജയം കൊയ്ത വ്യവസായിയായിരുന്നു ഡോക്ടർ റോയ് CJ. കേരളത്തിനും കർണാടകയ്ക്കും പുറമെ വിദേശത്തും പടർന്ന ബിസിനസ് സാമ്രാജ്യമായിരുന്നു റോയ് CJയുടേത്. സിനിമ, TV മേഖലകളിലും ഡോക്ടർ റോയ് CJയുടെ കയ്യൊപ്പ് പതിഞ്ഞു. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ റോയ് CJ നടത്തിയ പരീക്ഷണങ്ങൾ ബിസിനസ് ലോകത്ത് പുത്തൻ മാതൃക തീർത്തു. വിപണി സാധ്യതകൾ തിരിച്ചറിഞ്ഞ് പദ്ധതികൾ അവതരിപ്പിച്ചാണ് റോയ് CJ ബിസിനസ് രംഗത്ത് മുന്നേറിയത്. ഇടത്തരക്കാർക്കായുള്ള ബജറ്റ് ഹോംസ് ഇതിനുദാഹരണം. ബഹുരാഷ്ട്ര കമ്പനിയായ HP-യിലെ ജോലി വിട്ട ശേഷം റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് 2006-ലാണ് റോയ് CJ കോൺഫിഡന്റ് ഗ്രൂപ്പിന് തുടക്കമിട്ടത്. റോയ് CJയുടെ വളർച്ചയിൽ കയറ്റിറക്കങ്ങൾ പലവിധം എത്തിയെങ്കിലും അതിനെയെല്ലാം മറികടന്നു. ഒരു ബിസിനസ്സും ചെറിയ കാലയളവിനുള്ളിൽ $1 ബില്യൺ കമ്പനിയാകില്ല എന്ന് അഭിമുഖങ്ങളിൽ റോയ് CJ പറഞ്ഞിട്ടുണ്ട്. 3 പതിറ്റാണ്ടിനിടയിൽ 200ഓളം പ്രൊജക്ടുകൾ. കേരളത്തിനും കർണാടകയ്ക്കും പുറമെ രാജ്യത്തിന് പുറത്തും കോൺഫിഡന്റ് ഗ്രൂപ്പ് എത്തി. റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് പുറമെ ഹോസ്പിറ്റാലിറ്റി, വിദ്യാഭ്യാസം, വിനോദം, സിനിമ, ടെലിവിഷൻ മേഖലകളിലും റോയ് CJ സാന്നിധ്യമായി. ഫ്ലവേഴ്സ് കുടുംബവുമായി അടുത്ത ബന്ധം. ടോപ്പ് സിംഗർ ഉൾപ്പെടെ നിരവധി ടെലിവിഷൻ പരിപാടികളിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തു. കാസനോവ, മരക്കാർ, മേഹു മൂസ, ഐഡന്റിറ്റി തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ചു. വാഹനങ്ങളോട് ഏറെ കമ്പമുണ്ടായിരുന്നു. ആദ്യ വാഹനമായ മാരുതി 800 10 ലക്ഷം രൂപയ്ക്ക് വീണ്ടെടുത്തത് വാർത്തകളിലിടം നേടി. റോൾസ് റോയ്സ് ഉൾപ്പെടെ ഒട്ടേറെ അത്യാഡംബര വാഹനങ്ങൾ റോയ് CJയ്ക്ക് സ്വന്തം. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം സ്വിറ്റ്സർലൻഡിൽ നിന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡോക്ടറേറ്റ് നേടി. ലിനിയാണ് ഭാര്യ. രോഹിത്തും റിയയും മക്കൾ. റിസർച്ച് ഡെസ്ക് 24. അതിവേഗ റെയിൽ പദ്ധതിയെ ചൊല്ലി സംസ്ഥാന സർക്കാരും മെട്രോമാൻ E ശ്രീധരനും നേർക്കുനേർ. സംസ്ഥാന സർക്കാർ മുന്നോട്ടുവെച്ച RRTS പദ്ധതി തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്നും പ്രായോഗികമല്ലെന്നുമാണ് E ശ്രീധരന്റെ പ്രതികരണം. വേഗറെയിൽ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്രം E ശ്രീധരനെ നിയോഗിച്ചതായി അറിവില്ലെന്ന് മന്ത്രി P രാജീവ് പറഞ്ഞു. E ശ്രീധരന്റെ പദ്ധതിയാണെങ്കിലും അതിവേഗപാത വന്നാൽ മതിയെന്നാണ് CPIM നിലപാട്.
കേരളത്തിൽ അതിവേഗ റെയിൽപാത നടപ്പാക്കുന്നതിനെ ചൊല്ലിയാണ് സർക്കാരും മെട്രോമാൻ ഇ ശ്രീധരനും കൊമ്പ് കോർക്കുന്നത്. ഇ ശ്രീധരനെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയാണ് ആദ്യം രംഗത്ത് വന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം വരും എന്ന് അദ്ദേഹം അടക്കം പലരും പറഞ്ഞ കാര്യമായിരുന്നു. അത്തരത്തിലുള്ള ഒരാൾ വന്ന് പറഞ്ഞു, ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് മുന്നിൽ കൊടുത്തിട്ടുണ്ട്, ഈ റെയിലിന് അദ്ദേഹം ഇടുന്ന പേര് അതിവേഗ റെയിൽ എന്നാണ്. RRTS മണ്ടൻ തീരുമാനമാണെന്നും പ്രായോഗികമല്ലെന്നുമാണ് ഈ ശ്രീധരന്റെ മറുപടി. അത് എങ്ങനെ ഒരു ഹൈ സ്പീഡ് കണ്ടിന്യൂസ് റെയിൽവേ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ടെക്നിക്കലി ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇതിപ്പോൾ ഒരു സ്റ്റണ്ട് മതിയാവും ചെയ്യുക, ഒരു ഇലക്ഷൻ സ്റ്റണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയിൽ ശ്രീധരന്റെ പങ്കിനെക്കുറിച്ച് അറിയില്ലെന്ന് മന്ത്രി പി രാജീവ് തിരിച്ചടിച്ചു. പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്രം ശ്രീധരനെ നിയോഗിച്ചതായി അറിവില്ലെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കേന്ദ്രം ഇങ്ങനൊരു കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നു, അതിൻ്റെ ഉത്തരവാദിത്വം സ്പെഷ്യൽ ഓഫീസറായിട്ട് ശ്രീധരനെ ചുമതലപ്പെടുത്തി എന്നുള്ളൊരു ഉത്തരവുണ്ടെങ്കിൽ നമുക്കതുകൂടി ചർച്ച ചെയ്യാം. കേരളത്തിൽ മുഖ്യമന്ത്രിയായ വ്യക്തിയല്ലേ ശ്രീധരനെന്ന് MV ഗോവിന്ദൻ പരിഹസിച്ചു. കേരളയിലായാലും ഇനിയിപ്പോൾ ശ്രീധരൻ്റെതായാലും ഇപ്പോൾ ഏറ്റവും അവസാനം പ്രഖ്യാപിച്ചത് ഏതായാലും ഒരു അതിവേഗ അല്ല അർദ്ധവേഗ ട്രെയിൻ നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോകണം. ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് റെയിൽ ചർച്ച സജീവമായിരിക്കുന്നത്. 24 തിരുവനന്തപുരം. കണ്ണൂർ പയ്യന്നൂരിൽ CPIM പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനത്തിന് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി. വി കുഞ്ഞികൃഷ്ണന്റെ ഹർജിയിൽ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, TI മധുസൂദനൻ MLA തുടങ്ങിയവർക്ക് കോടതി നോട്ടീസ് അയച്ചു. നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിൽ TI മധുസൂദനനും CPIM നേതൃത്വത്തിനും രൂക്ഷ വിമർശനമുണ്ട്. അടുത്ത ബുധനാഴ്ചയാണ് പുസ്തകത്തിന്റെ പ്രകാശനം. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുൾപ്പെടെ CPIMനെ പ്രതിരോധത്തിലാക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകളുടെ വിശദമായ കണക്കുകൾ വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിലുണ്ട്. പുസ്തക പ്രകാശനത്തിന് പോലീസ് സംരക്ഷണം വേണമെന്ന വി കുഞ്ഞികൃഷ്ണന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. ചടങ്ങ് അലങ്കോലപ്പെടുത്തുമോ എന്ന ആശങ്കയുണ്ടെന്ന് വി കുഞ്ഞികൃഷ്ണൻ. കോൺഗ്രസ് പ്രകടനം നടത്തിയപ്പോൾ ആ പ്രകടനത്തെ ആക്രമിച്ചു, BJP പ്രകടനം നടത്തിയപ്പോൾ ആ പ്രകടനത്തെയും ആക്രമിച്ചു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലപ്പെടാതിരിക്കാനുള്ള ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടണം എന്ന രീതിയിൽ പലരും പറയുന്നുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. TI മധുസൂദനന് ബൂർഷ്വാ രാഷ്ട്രീയ നേതാവിന്റെ ശൈലിയാണെന്നും എതിർക്കുന്നവരോട് മരണം വരെ പകവച്ച് പുലർത്തുന്നു എന്നുമാണ് പുസ്തകത്തിലെ വിമർശനം. അപമാനിക്കപ്പെട്ടിട്ടും ഒന്നിച്ചു പോകാൻ ശ്രമിച്ചിട്ടും പയ്യന്നൂരിലെ വിഭാഗീയതയുടെ അടിസ്ഥാന കാരണം മനസ്സിലാക്കാൻ പാർട്ടി ജില്ലാ നേതൃത്വം തയ്യാറായില്ല. CPIMനെ സംസ്ഥാന നേതൃത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതാക്കിയെന്നും ഒരു സാധാരണ തിരഞ്ഞെടുപ്പ് പാർട്ടിയായി CPIM മാറിയെന്നും വിമർശനമുണ്ട്. വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് പയ്യന്നൂരിൽ വെള്ളൂരിന് സമീപം ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന കൂർക്കര CPIM ബ്രാഞ്ച് യോഗത്തിൽ നിന്ന് ഭൂരിഭാഗം അംഗങ്ങളും വിട്ടുനിന്നു. വിഷയത്തിൽ കോൺഗ്രസ് പയ്യന്നൂരിൽ സത്യഗ്രഹ സമരം നടത്തി. 24 കണ്ണൂർ. തിരികെ വാർത്തകളിലേക്ക്. ക്രിക്കറ്റ് ആവേശത്തിനായി കാര്യവട്ടം ഒരുങ്ങി. ഇന്ത്യ ന്യൂസിലാൻഡ് 5ാം 2020 ഒരുങ്ങി കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. നാളെ രാത്രി 7-നാണ് മത്സരം. ഇന്ത്യൻ ടീം സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തി. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വീണ്ടും ഒരു അന്താരാഷ്ട്ര മത്സരം വിരുന്നെത്തുന്നതിന്റെ ആവേശത്തിലാണ്, ആഘോഷത്തിലാണ് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. ഇന്ത്യ ന്യൂസിലാൻഡ് 2020 പരമ്പരയിലെ 5ാമത്തേതും അവസാനത്തേതുമായ മത്സരമാണ് കാര്യവട്ടത്ത് നാളെ രാത്രി 7 മണിക്ക് നടക്കാൻ പോകുന്നത്. ഇതിനോടകം തന്നെ ടീം ഇന്ത്യ പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞു. ആദ്യ 3 മത്സരങ്ങളും ജയിച്ച്, പക്ഷേ 4ാം മത്സരത്തിൽ വിശാഖപട്ടണത്ത് ഒരു ആശ്വാസ ജയം 50 റൺസ് ജയത്തോടുകൂടി ന്യൂസിലാൻഡും സ്വന്തമാക്കിയിരിക്കുകയാണ്. പരമ്പരയിലെ അവസാന മത്സരം എന്നതിനപ്പുറം ലോകകപ്പിന് മുന്നോടിയായി നടക്കുന്ന അവസാന മത്സരം, ഔദ്യോഗിക മത്സരം എന്നതാണ് ഈ മത്സരത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. ടീമിൽ മാറ്റങ്ങൾ ഉറപ്പ് തന്നെയാണ്. കാരണം ചില താരങ്ങൾക്ക് വിശ്രമം വിധിച്ചേക്കുമെന്ന് തന്നെയാണ് നമ്മൾ ഇന്നത്തെ പരിശീലന സെഷൻ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. 2020
ക്രിക്കറ്റിലെ 1-ാം നമ്പർ ബാറ്റർ അഭിഷേക് ശർമ്മ, അദ്ദേഹം എന്തായാലും ടീമിലെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അടുത്ത മത്സരത്തിൽ, നാളത്തെ മത്സരത്തിൽ കളിക്കാൻ സാധ്യതയില്ല. ഇന്ന് പരിശീലനത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ ഇന്നത്തെ പരിശീലനത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇരു താരങ്ങളും നാളത്തെ മത്സരത്തിൽ ഉണ്ടാവില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത്. സഞ്ജുവും ഇഷാൻ കിഷനും ചേർന്നായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇന്ന് പരിശീലന സെഷനിലേക്ക് ഈ 2 താരങ്ങളാണ് ആദ്യം ബാറ്റ് ചെയ്യാനെത്തിയത്. ഒപ്പം തന്നെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ശ്രദ്ധിക്കേണ്ടത്, സഞ്ജു വിക്കറ്റ് കീപ്പിംഗ് പരിശീലനം നടത്തിയിട്ടില്ല. അതേസമയം ഇഷാൻ വിക്കറ്റ് കീപ്പിംഗ് പരിശീലനം നടത്തുന്നതും കണ്ടു. അതോടുകൂടി ഒരുപക്ഷെ നാളത്തെ മത്സരത്തിൽ സഞ്ജുവിന് പകരം ഇഷാൻ കിഷൻ വിക്കറ്റ് കീപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ അങ്ങനെ ഒരു അസ്യൂം ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയും അർഷദീപും അടക്കമുള്ള ബൗളർമാരും പന്തെറിയുന്നതും കണ്ടു. എന്തായാലും നീല കടലായി മാറുന്ന സ്റ്റേഡിയത്തിന് മുന്നിൽ ജയിച്ചുകൊണ്ട് സഞ്ജുവിന്റെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ ഒരു 4-1 ജയത്തോടുകൂടി പരമ്പര നേട്ടം ആഘോഷമാക്കുകയായിരിക്കും ടീം ഇന്ത്യയുടെ ലക്ഷ്യം. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് സിറിലിനൊപ്പം അനിൽ വാസുദേവ്, 24. ഗൾഫ് ടുഡേ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. നമസ്കാരം.